നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തുവരുന്നത്. മലപ്പുറം ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ചികിത്സയിലുള്ള മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ കുട്ടിക്ക് നിപ്പ വൈറസ് ബാധ ഉള്ളതായി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കോഴിക്കോടുള്ള വൈറോളജി ലാബിലെ പരിശോധനയിലും അതുപോലെ തന്നെ പൂനെ വൈറോളജി ലാബിലെ പരിശോധനയിലും നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. വളരെയധികം ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലയിൽ നൽകിയിരിക്കുന്നത്. നിലവിൽ പ്രോട്ടോകോൾ പ്രകാരം നിപ്പ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മുൻകരുതൽ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് 5ാം തവണയാണ് നിപ്പ ബാധ സ്ഥിരീകരിക്കുന്നത്. ഇതുവരെ ഫലപ്രദമായി തന്നെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ഇത്തവണയും അതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 14-കാരൻ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റിയിരുന്നു. ബന്ധുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇക്കഴിഞ്ഞ 15-ാം തീയതിയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിയിൽ പ്രകടമായി. മലപ്പുറത്ത് 3 ആശുപത്രികളിൽ ചികിത്സ കൊടുത്തിരുന്നു. എങ്ങനെയാണ് ഈ വൈറസ് ബാധ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു കണ്ടെത്തലുണ്ടായിട്ടില്ല. എന്നാൽ ഇതിനിടയിൽ പുറത്തു വരുന്ന ഒരു വിവരം അനുസരിച്ച് കുട്ടി അമ്പഴങ്ങ കഴിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നവരെയൊക്കെ ഇപ്പോൾ നിരീക്ഷിച്ചു പോരുകയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 മുറികളാണ് നിപ പ്രതിരോധത്തിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നതായി മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. ഒപ്പം കുട്ടിയുമായി ആരൊക്കെ സമ്പർക്കത്തിലായിരുന്നു എന്നിവരുടെ ഒരു പട്ടികയും വിശദമായി തന്നെ തയ്യാറാക്കി വരികയാണ്. മലപ്പുറത്ത് ഇതിന്റെ ഭാഗമായി കൺട്രോൾ റൂം ആരംഭിച്ചു കഴിഞ്ഞു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്ന് മലപ്പുറത്തെത്തും ഭയപ്പെടേണ്ട യാതൊരുവിധ കാര്യവുമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. ടെസ്റ്റ് പോസിറ്റീവായ സ്ഥിതിക്ക് സ്വീകരിക്കേണ്ട എല്ലാവിധ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. കുട്ടി നിലവിൽ വെന്റിലേറ്ററിലാണ്. ഉടൻ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. നിപ ബാധിതന്റെ പ്രാഥമിക സെക്കൻഡറി കോൺടാക്റ്റുകളൊക്കെ തന്നെ നിരീക്ഷണത്തിലൂടെ കടന്നു പോവുകയാണ്. മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് ഒരു പ്രതിരോധ മാർഗമെന്ന് പറയുന്നത്. എല്ലാവരും അതുകൊണ്ട് മാസ്ക് ധരിക്കുന്നതിൽ ശ്രദ്ധിക്കുക. കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ മലപ്പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. 3 കിലോമീറ്റർ പരിധിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി തന്നെ പറയുന്നു. നിപ വൈറസ് ആദ്യമായി എത്തിയത് 6 വർഷം മുൻപായിരുന്നു. കഴിഞ്ഞ മെയ്യിലായിരുന്നു. 2018 മെയ് 17-ന് ആദ്യ മസ്തിഷ്ക ജ്വരം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരാൾക്ക് നിപ ബാധയാണെന്ന് കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി നിപ രോഗബാധ തിരിച്ചറിഞ്ഞതും അന്ന് നടത്തിയ പരിശോധനയിലൂടെയാണ്. 6 വർഷത്തിനിടയിൽ 4 തവണയാണ് സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ചത്. 2018-ൽ, 19-ൽ, 21-ൽ, 23-ൽ, അതിനുശേഷം ഇപ്പോൾ 24-ലും. 2021 സെപ്റ്റംബറിലാണ് ഏറ്റവും ഒടുവിലായി രോഗബാധ സ്ഥിരീകരണം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.